എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 10 ശീലങ്ങളുമായിട്ടാണ്. നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ട 10 ശീലങ്ങൾ. അപ്പം നമ്മൾ പലരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ 10 ശീലങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടെന്ന് നീറ്റും ക്ലീനും ആയിട്ടിരിക്കും. അപ്പം നമുക്കിത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അയാൾ ആദ്യം തന്നെ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഷൂവും ചെരുപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടേക്കുകയാണെങ്കിൽ അത് ആകെ വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിലൊന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു വൃത്തി ഉണ്ടാവും. കയറി വരുന്ന ആളുകൾക്ക് തന്നെ ഒരു സന്തോഷം തോന്നും എല്ലാം ഒന്ന് നീറ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഷൂ അതുപോലെ ചെരുപ്പൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. അപ്പോൾ ഒരു ഷൂ റാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുക. അതും അല്ലെങ്കിൽ അതിനായിട്ട് ഉള്ളൊരു സ്പെഷ്യലായിട്ടൊരു പ്ലേസ് കണ്ടെത്തിയിട്ട് അവിടെ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരിക്കലും അതൊന്ന് വലിച്ചു വാരി ഇടരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു ഫ്രണ്ടിലെ ഭാഗം അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം എന്ന് നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്നവർക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ബെഡ് എന്നും നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കുക. അപ്പോൾ ഒരാൾ അയാളുടെ കിടക്ക വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അയാൾ നല്ലൊരു വൃത്തിയുള്ള മനുഷ്യനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്നും ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉറക്കം എഴുന്നേറ്റ ശേഷം ആ ബെഡൊന്ന് നീറ്റായിട്ടും ക്ലീനായിട്ടും ഒന്ന് വിരിച്ചിടുക. അപ്പോൾ തന്നെ നമ്മളൊരു ബെഡ്റൂമിനൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് ബെഡ്ഷീറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വാരിയിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മളെന്നും ഇത് കിടക്കയൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ച് അലങ്കോലമൊന്നും ആകാതെ ഇടുവാണെങ്കിൽ അതൊരു ഭംഗിയായിരിക്കും. നമ്മുടെ ബെഡ്റൂമിനും അതൊരു അഴകായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിൽ പലരും പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തോന്നുന്നിടത്ത് കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ വണ്ടിയുടെ താക്കോല് വീടിൻ്റെ താക്കോലൊക്കെ ഡൈനിങ് ടേബിളും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എനിക്കുള്ളൊരു ശീലമാണ് ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ആ ഡൈനിങ് ടേബിളും വെച്ചിട്ട് പോകും. പിന്നെ എടുത്ത് വെക്കാമല്ലോ എന്ന് ഓർത്ത് അവിടെ വയ്ക്കും. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്തായിരിക്കും അത് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. പിന്നെ അതെടുത്ത് വയ്ക്കാൻ നടക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു ബുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിരിച്ച് എടുത്ത സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു 1-2 സെക്കൻഡിൻ്റെ പണിയേ ഉള്ളൂ, അത് എളുപ്പത്തിൽ കഴിയും. പക്ഷേ നമ്മൾ ഈ സാധനം അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഇത് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി ആകെ ഒരു തിരക്കാവും. മാത്രമല്ല വീടാകെ വൃത്തികേടായി കിടക്കും, തോന്നുന്നിടത്ത് തോന്നുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുമ്പോൾ. അപ്പോൾ എല്ലാ സാധനങ്ങളും അതാതിൻ്റെ സ്ഥലത്ത് ഉപയോഗത്തിന് ശേഷം തിരിച്ചു വയ്ക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഉണ്ടാക്കും, രാത്രി ഉണ്ടാക്കും, അങ്ങനെ പല സമയങ്ങളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഫുഡ് ഉണ്ടാക്കുന്നത്, എപ്പോഴൊക്കെ ഫുഡ് ഉണ്ടാക്കും, അതിന് ശേഷം ആ ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ച് മാറ്റുക. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ ഒരുപാട് വൃത്തികേടൊന്നും ആവില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. അതേ സമയത്ത് നമ്മൾ രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്ത് രാത്രിയാണ് നമ്മൾ ഡീപ്പായിട്ട് സ്റ്റവ് തുടയ്ക്കാൻ പോകുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും കഞ്ഞിയുടെ വെള്ളമോ അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും കറികളുടെ അംശമൊക്കെ ചിലപ്പോൾ അത് വീണുണ്ടാവും, അതൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കി അതിനോടൊപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ടിപ്പ്. നമ്മൾ എന്നും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം സ്റ്റവൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പ്, നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു വാരിയിടാതെ, പാത്രങ്ങളൊക്കെ നിരത്തി വെക്കാതെ എപ്പോഴും ഒതുക്കി ക്ലീനാക്കി വെക്കുക. അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല, ക്ലീനായിട്ടിരിക്കുന്ന കൗണ്ടർ ടോപ്പ് കാണുമ്പോൾ തന്നെ അടുക്കളയ്ക്ക് ഒരു ഐശ്വര്യമാണ്, കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ വീട് വൃത്തിയായിട്ടിരിക്കുന്നതിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിനും വലിയൊരു പ്രാധാന്യമുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മെയിൻ ഡോറിൽ, അതുപോലെ ബാത്റൂമിൻ്റെ ഡോറുകൾ, അതുപോലെ പറ്റുമെങ്കിൽ ബെഡ്റൂമിൻ്റെ ഡോറുകളുടെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഓരോ ഡോർ മാറ്റ് ഇടുക. അപ്പം ഇങ്ങനെ ചവിട്ടികൾ ഇടുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ചവിട്ടികളിൽ പറ്റി നമ്മുടെ റൂമിലേക്കൊന്നും കയറില്ല. അപ്പോൾ ആ ചവിട്ടിയിൽ നമ്മൾ തൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ അതെല്ലാം നിന്നോളും, വീടിനകത്തേക്കൊന്നും കയറില്ല. ഇത് മിക്കവരും തന്നെ ചെയ്യുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഞാനിതിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. മിനിമം ബാത്റൂമിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലും ചവിട്ടി നിർബന്ധമായിട്ടും ഇടണം. അടുത്ത ശീലം,
നമ്മളുടെ വീട്ടിൽ ഇതുപോലുള്ളൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് കരുതുക. അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും ചിലപ്പോൾ മറ്റേ ആളുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടാറുണ്ട്. ചിലപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് വാച്ച്, പേഴ്സ്, അങ്ങനെയുള്ള പല സാധനങ്ങളും, ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മളിതൊക്കെ എടുത്ത് വെക്കും. പക്ഷേ എവിടെയാണ് വെച്ച് നിൽക്കുന്നത് നമ്മൾ അവരോട് പറയില്ല. ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അവരത് അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും ഈ സാധനം കാണുന്നില്ല എന്നുള്ള കാര്യം അറിയുന്നത്. വീട്ടിൽ നമ്മളെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരിതൊന്നും അന്വേഷിച്ച് നടക്കേണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വീട്ടിലെ മറ്റുള്ളവരോടും പറയുക, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഈ ബോക്സിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അന്ന് രാത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് അത് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് എവിടെ നിന്നാണോ ആ സാധനം എടുത്തത് അത് അവിടെ കൊണ്ട് വെക്കുക. അപ്പോൾ അതൊരു സിസ്റ്റമായിട്ട് ഫോളോ ചെയ്യും. അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളൊന്നും കിടക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ വീട്ടിൽ പരീക്ഷിച്ചിട്ട് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയൊരു ടിപ്പാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ സമയത്ത് സാധനങ്ങൾ പറക്കിയെടുക്കുക, അങ്ങനെ അത് കൊണ്ട് വയ്ക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടാറുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ മുഷിന തുണികൾ ഒരുപാട് കൂട്ടിയിടാതിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീടിന് ഒരു ഫ്രഷ്നെസ് കിട്ടും. അല്ലെങ്കിൽ തുണികളൊക്കെ ഇങ്ങനെ കൂടി കിടക്കും, അതൊരു ദിവസം കുത്തിയിരുന്ന് അലക്കണം, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും, അതും അല്ലെങ്കിൽ ഒന്നരാടം ദിവസം വെച്ചെങ്കിലും നമ്മുടെ മുഷിന വസ്ത്രങ്ങളൊക്കെ അലക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ലോണ്ട്രി റൊട്ടീനായിട്ട് ഉണ്ടാക്കുക. ലോണ്ട്രി റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മിനിമം അതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. അത് ചിലപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ അങ്ങനെ ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് ബാത്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക. ഒരുപാട് ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. നമ്മൾ ഇത് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു സ്മെല്ലൊക്കെ ആവും. പിന്നെ ആ സോപ്പിൻ്റെ പാടുകൾ, അഴുക്കുകളൊക്കെ അടിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ്, വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇനി ബാത്റൂം വൃത്തിയാക്കാനായിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വാഷ് ബേസിനുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ വാഷ് ബേസിനുകളും എല്ലാ ദിവസവും കഴുകി വൃത്തിയായിട്ട് വെക്കുക. പ്രത്യേകിച്ച് ഡൈനിങ് റൂമിലെ വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ ഒരിക്കലും കഴുകാതിരിക്കരുത്. പറ്റുമെങ്കിൽ രാവിലെയും രാത്രിയും കഴുകുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് നിർബന്ധമായിട്ടും കഴുകി വൃത്തിയാക്കി ഇടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ വാഷ് ബേസിലൊന്നും ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവില്ല. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അടിഞ്ഞ് അതിൽ മണമൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടും അതുകൊണ്ട് തന്നെ ഒരു ക്ലീനായിട്ടിരിക്കും. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലെ കിച്ചണിലെ സിങ്ക് എപ്പോഴും വൃത്തിയായിട്ട് വെക്കുക. അതിൽ അഴുക്കുകളൊന്നും അടിഞ്ഞുകൂടാതെ എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും കഴുകി വൃത്തിയാക്കി ഇടുക. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും പാത്രങ്ങളൊന്നും കുന്നുകൂട്ടി അതിലിടരുത്. അപ്പം നമ്മൾ ചിലപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉള്ള പാത്രം മൊത്തം അവിടെ ഇട്ടുണ്ടാവും, അതിന് കുറച്ച് നേരം കഴുകാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ആ പാത്രങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് വൃത്തിയാക്കാനായിട്ട് വരുന്നതെങ്കിൽ നമുക്കൊരു മടുപ്പായിരിക്കും, ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മുടെ അത്താഴത്തിന് ശേഷം പാത്രങ്ങളൊക്കെ ഒരിക്കലും സിങ്കിലിട്ടിട്ട് പോകരുത്. ആ പാത്രങ്ങളൊക്കെ അന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനായിട്ടൊരു ഉന്മേഷം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണ നമ്മൾ പാത്രങ്ങളൊക്കെ സിങ്കിലിട്ടിട്ട് പോവുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ പാത്രം കഴുകണമെന്നുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ ആ ചിന്തയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ രാത്രി തന്നെ കഴുകി അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ട് വെക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ നമ്മുടെ അടുക്കള ഇന്ന് നീറ്റാണ്, ക്ലീനാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ജോലികൾ ചെയ്യാനൊരു ഉന്മേഷമാണ്. അല്ല നമ്മൾ നേരെ അടുക്കളയിലേക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറേ പാത്രങ്ങൾ സിങ്കിലുണ്ടാവും, സ്റ്റവൊന്നും ക്ലീൻ അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ആകെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ജോലികളൊക്കെ ചെയ്യാനായിട്ടൊരു മടുപ്പ് തോന്നും. അതല്ല, നമ്മളിതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷം കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളിൽ പലരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നും ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ശീലങ്ങൾ, ഞാനിപ്പോൾ 10-11 ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ശീലങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിലോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ വീട് എന്നും നീറ്റായിരിക്കും. അപ്പോൾ സാധനങ്ങൾ എടുത്തോടുത്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ 2 സാധനങ്ങൾ ക്ലിയർ ആണെങ്കിലോ നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.